നമുക്ക് ജിനോഷിനെ ഒന്ന് പരിചയപ്പെട്ട് വരാം. ജിനോഷ് നമസ്കാരം. നമസ്കാരം. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ജിനോഷ് ഇപ്പോൾ സർവീസിലുള്ള ഒരു ഡിഫൻസ് പേഴ്സണലാണ്, ഒരു പട്ടാളക്കാരനാണ്. എനിക്കൊന്ന് ഒരുപാട് പേര് ഈ ഭാഗത്ത് നിന്ന് പട്ടാളത്തിൽ പോയിട്ടുണ്ട് അല്ലേ? മിലിറ്ററിയിലും പോയിട്ടുണ്ട്. ഏകദേശം പിന്നെ ഒരു 10ഓളം പേരുണ്ട് ഈ ഡേറ്റ് വരെ. ജിനോഷ് വീട് എവിടെയാ? എൻ്റെ വീട് പിന്നെ ന്യൂ വില്ലേജ് റോഡ്, അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. എത്രാം ക്ലാസ് മുതൽ എത്രാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചത്? ഞാൻ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഞാൻ LP UP ഹൈസ്കൂൾ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പഠിച്ചു. ഏത് ക്ലാസ്സിലായിരുന്നു? ഈ ക്ലാസ് ഡിവിഷന് അത് A ക്ലാസ് ആയിരുന്നു. A ക്ലാസ്സിലായിരുന്നു. അതെ. ജിനോഷിന് അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യുന്നത്? അച്ഛനമ്മയും കൂലി തൊഴിലാണ്. എസ്റ്റേറ്റിലായിരുന്നു ജോലി. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡിൽ എസ്റ്റേറ്റ് വർക്കറായിരുന്നു. ഓർമ്മയുണ്ടോ 1ാം ക്ലാസ്സിലേക്ക് ഈ സ്കൂളിലേക്ക് വരുന്നത്? ഓർമ്മ കുറവായിരിക്കും. 1ാം ക്ലാസ് ഓർമ്മയുണ്ട്. എല്ലാം ഓർമ്മയുണ്ട് സാറേ. ആണ്. അതെ. ഒരു ജൂൺ മാസം വരുന്നു. വിൽസൺ മാഷ് പറഞ്ഞ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള LP സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഞങ്ങൾ അട്ടമല സ്കൂളിലായിരുന്നു പഠിച്ചത്. പിന്നെ അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് മാറിയത് സ്കൂളിൽ. ഈ സ്കൂളിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ജിനോഷിന്റെ മനസ്സിൽ നിൽക്കുന്നത് എന്താ? ഒരുപാട് നഷ്ടങ്ങളുണ്ട് മനസ്സിൽ എന്ന് പറഞ്ഞാൽ. എല്ലാവരും ദുഃഖം മാത്രമാണ്. ഒരു എന്താ പറയുക, ഒരു പട്ടാളക്കാർ ദുഃഖിക്കരുത്. ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. അത് എക്സ്പ്രഷൻ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചെറിയൊരു ഫീലിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ സമയത്ത് ഇപ്പോൾ പട്ടാളത്തിൽ ചേരുന്നതിനെ കുറിച്ച് അപ്പോൾ ആലോചിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് സ്വപ്നം കണ്ടു തുടങ്ങുന്നൊരു സമയമാണല്ലോ 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ഒരു കാലം. അതെ, അതായത് പാരൻസ് എല്ലാവരും ഇവിടെ എല്ലാവരും കൂടി തൊഴിലാളി, അതായത് പിന്നെ അവരുടെ പാരൻസ് അത്രമാത്രം ഡെവലപ്പ് ഒന്നുമല്ല. അപ്പോൾ പഠിച്ച് അവരെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ എന്ന് പറഞ്ഞാൽ മക്കളെ ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നാണ്. അത് കൊടുത്തിട്ട് അവരൊരു ലെവലിൽ എത്തിയതിന് ശേഷം അവർ ഏൺ ചെയ്യുന്ന ആ ഒരു ലെവലിൽ എത്തിയതിന് ശേഷമാണ് ഏതൊരു പാരൻസിൻ്റെയും ഒരു ആഗ്രഹം. അതാണ് ഈ സ്കൂളിൽ ഏറ്റവും വലിയൊരു മുഖ്യമായിട്ടൊരു ഘടകമായി കാണുന്നത്. അന്ന് ജിനോഷ് ഇപ്പോൾ ഈ പട്ടാളത്തിലേക്ക് പോകാൻ ആവശ്യമായ ഒരു കായിക ശേഷിയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. അത് ഈ സ്കൂളിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലേ? തീർച്ചയായിട്ടും. അതാണ്. ഒരുപാട് സ്പോർട്സ് കോമ്പറ്റീഷനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് വല്ലാത്തൊരു ഗ്രൗണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഭംഗിയും പുഴയും. അത് എൻ്റെ പിന്നീടുള്ള ഇതിന് സംഭവം നടക്കുന്നതിന് മുന്നിലുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് സാർ കണ്ടിട്ടുണ്ടാവും. അതെ. അപ്പോൾ ഇത് ഗ്രൗണ്ടിലേക്ക് ഒരുപാട് കളി കളിക്കുമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും കളിക്കാറുണ്ട്. കബഡി, ക്രിക്കറ്റ്, കബഡി, വാക്കിങ്, റണ്ണിങ്, എല്ലാവിധ ആക്ടിവിറ്റിയും ഈ ഗ്രൗണ്ടിൽ നടന്നിട്ടുണ്ട്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഓടാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ജിനേഷിന്റെ കുട്ടികൾ എവിടെ പഠിക്കുന്നത് ഇപ്പോൾ? എൻ്റെ 2 കുട്ടികളുണ്ട്. അവർ 2 പേരും മേപ്പാടിയാണ് പഠിക്കും. ഇവിടുന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ജിനേഷ് ഇപ്പോൾ എവിടെയാണ് സർവീസിലുള്ളത്? ഞാനിപ്പോൾ ആർമിയിൽ ആർട്ടിലറിയിൽ ഞാൻ ഔറംഗാബാദ് മഹാരാഷ്ട്രയിലാണ് ഉള്ളത്. ഈ വാർത്ത കേട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ലീവിൽ 30-ാം തീയതി രാവിലെ പുലർച്ചെ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ നാട്ടിലുള്ള ഫ്രണ്ട്സിൻ്റെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് എനിക്ക്. ആ ഗ്രൂപ്പിലൊക്കെ രാവിലെ 4 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ്, ഞാൻ എഴുന്നേറ്റ സമയത്താണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോൾ ഞാൻ മദറിന് ചെയ്തു. അവർ അമ്മ പിക്ക് ചെയ്തില്ലായിരുന്നു കോള്. എന്തോ അത് സ്വിച്ച് ഓഫ് ആയി പോയി തോന്നുന്നു, ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അച്ഛനെയാണ് ഞാൻ ഫോൺ ചെയ്തത്. അപ്പം തന്നെ അറിഞ്ഞു. പിന്നെ ഞങ്ങൾ സേഫ് ആണെന്ന് മാത്രമേ എനിക്ക് അറിയാണ്ടായിരുന്നു ആദ്യം. അപ്പം തന്നെ അവരടുത്ത് ഞാൻ പറഞ്ഞു, ഹൈ ഗ്രൗണ്ട് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു മാട്ടിറക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് മാറി തൽക്കാലം രാവിലെ വരെ കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ എനിക്ക് രക്ഷാപ്രവർത്തന ഭാഗമായി അവിടെ നിന്ന് പെർമിഷൻ വാങ്ങി വരികയായിരുന്നു? ലീവിൽ വന്നാണ്? എമർജൻസി ഞാനൊരു 15 ദിവസത്തെ ലീവ് എടുത്തിട്ട് അവിടെ തന്നെ ഉച്ചയ്ക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് കയറി അടുത്ത ദിവസം മോർണിംഗ് ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ എത്തി. എനിക്ക് ഓപ്പറേഷൻസിൽ പങ്കെടുക്കുകയും ചെയ്തു അല്ലേ? അതിനുശേഷം ഓൺ ദ വേയിലാണ് എനിക്ക് അറിയാൻ പറ്റിയത് എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫാമിലി എല്ലാം വാഷ് ഔട്ട് ആയിരുന്നു. അതായത് അച്ഛൻ്റെ ഫാമിലിയിൽ ബ്രദർ പോയോ? അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ആ മകൻ്റെ മകൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. പുള്ളി ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ആരത്? ഒരു മോനെ, എന്താ പേര്? എവിടെയാണ് സാർജൻ്റെ വീട്? എവിടെയായിരുന്നു? എൻ്റെ കുറച്ച് ഹൈസ്കൂളിലോട്ട് കുറച്ച് മേലോട്ട് പോകണം. പക്ഷേ ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന് വീട്ടിൽ? അച്ഛൻ, അമ്മ, അനിയനുണ്ടായിരുന്നു. ഇവർ 3 പേരും പോയി. 3 പേരും പോയി. മോനെവിടെ പഠിച്ചത്? ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MCA ചെയ്യാണ്. MCA. അനിയനോ? അനിയൻ ഇവിടെ മേപ്പാടി സ്കൂളിലായിരുന്നു. +1 ചേർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവൻ്റെ പേരെന്തായിരുന്നു? ശരൺ.